ഹലോ, നമുക്കിന്നൊരു ക്യാരറ്റ് ജ്യൂസ് തയ്യാറാക്കാം. അതിനൊക്കെയായി ഞാനിതാ ഈ വലുപ്പത്തിലുള്ള ഒരു 5 ക്യാരറ്റ് എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂൺ നാരങ്ങ ജ്യൂസ്, ഒരു സ്പൂൺ മതി, നാരങ്ങ വെള്ളം വേണം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ഞാൻ ശർക്കര പാനിയാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്, അതൊരു സ്പൂൺ വേണം. നിങ്ങൾക്ക് പഞ്ചസാര ഇഷ്ടമാണെങ്കിൽ പഞ്ചസാര ചേർത്ത് ഉണ്ടാക്കാം. ക്യാരറ്റ് ഞാൻ ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ആദ്യം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അത് അരയാൻ വലിയ ജാറിലിട്ട് അരയാൻ കഷ്ടമാണ്. അതുകൊണ്ട് ചെറിയ ജാറിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ക്യാരറ്റിന് ഒരുപാട് പോഷക ഗുണങ്ങളുണ്ട്, അറിയാലോ. വൈറ്റമിൻ എ ധാരാളമായിട്ട് അടങ്ങിയിട്ടാണ്. നമ്മുടെ എല്ലാവരുടെയും, കുഞ്ഞുങ്ങളുടെ ആണെങ്കിലും വലിയവരുടെയും കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് വളരെ ഉപകാരമാണ് ക്യാരറ്റിലുള്ള കരോട്ടിൻ എന്ന പദാർത്ഥം. അതുകൊണ്ട് ഇത് ഈ കാലത്ത്, വേനൽക്കാലത്ത് വളരെ നല്ലതാണ്. നമുക്കിതിനെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. ഞാനിതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക. പിന്നെ ശർക്കരപ്പാനി അത് ഒരു ടീസ്പൂൺ മതി, അധികം വേണ്ട. അതും കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം. നാരങ്ങ നീര് നമുക്ക് ഒടുവ് ചേർത്തിയാൽ മതി. അരയ്ക്കുന്നതിൻ്റെ കൂടത്ത് നമുക്ക് നാരങ്ങ നീര് ചേർക്കേണ്ടതില്ല. അടിച്ചെടുത്തിട്ട് വരാം. ഇതാ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ഗ്ലാസ് അടിച്ചെടുത്ത ശേഷം അത് അരിച്ചെടുത്തിട്ട് വീണ്ടും ഒരിക്കൽ കൂടി ജാറിലേക്ക് ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് അടിച്ചെടുത്തിട്ട് ഇതാ അരിച്ചെടുത്ത് വെച്ചാണ്. ഇതിലേക്ക് ഇനി നമുക്ക് നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ നാരങ്ങ നീര് ഇത് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് മധുരം ഇതിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും തിളപ്പിച്ചാർച്ച വെള്ളത്തിൽ മാത്രമേ ഏത് ജ്യൂസും ഉണ്ടാക്കുള്ളൂ. അല്ലാതെ ഫ്രിഡ്ജിൽ നിർത്ത തണുത്ത വെള്ളത്തിൽ ചെയ്ത് ഈ വേനൽക്കാലത്താണെങ്കിൽ ശരി, നമുക്ക് ആരോഗ്യത്തിന് അത്ര നന്നല്ല. തൽക്കാലം നമുക്ക് ഇത്തിരി തണുപ്പ് തോന്നുമെങ്കിലും നിങ്ങൾക്കിപ്പോൾ അങ്ങനെ അതിൽ ഐസ് ക്യൂബ് ഇടണമെന്ന് നിർബന്ധമാണെങ്കിൽ തിളപ്പിച്ച് ആർച്ച വെള്ളം തന്നെ ഫ്രീസറിൽ വെച്ചിട്ട് കട്ടിയാക്കിയിട്ട് ആ ഐസ് ക്യൂബ് നമ്മൾ ഉപയോഗിച്ചാൽ കുഴപ്പമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ തയ്യാറായി. കുട്ടികൾക്ക് ക്യാരറ്റ് കഴിക്കാൻ വലിയ താല്പര്യം കാണില്ല. അങ്ങനെയുള്ളവർക്ക് ഇതുപോലെയുള്ള ജ്യൂസ് ഉണ്ടാക്കി കൊടുത്താൽ അവരത് കഴിച്ചോളും. കുട്ടികളുടെ ആരോഗ്യത്തിനും, കുട്ടികളുടേത് മാത്രമല്ല എല്ലാവരുടെ ആരോഗ്യത്തിനും ഇത് വളരെ നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.